ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളറിയാതെ നമ്മുടെ പേരിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസുകൾ നമുക്ക് റിപ്പോർട്ട് അടിച്ച് ആ ഫേക്ക് അക്കൗണ്ട് കളയാൻ പറ്റും. ഒരുപാട് പേര് എൻ്റെ പേഴ്സണൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് അവരുടെ ഫോട്ടോ വെച്ചിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് മിസ്യൂസിങ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളത് റിപ്പോർട്ട് അടിച്ച് കളയാൻ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ആ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് വന്നാൽ നമുക്ക് അവരെ സിമ്പിളായിട്ട് റിപ്പോർട്ട് അടിച്ച് കളയാം. അപ്പോൾ എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമുക്ക് റിപ്പോർട്ട് എടുക്കുന്നത്? ആ അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ഡോട്ട് ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കാണിക്കും സംതിങ് അബൌട്ട് ദിസ് അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ദേ ആർ പ്രിറ്റൻഡിങ് ടു ബി സമോൺ എൽസ് എന്നുള്ള സംഭവമുണ്ട് ഫസ്റ്റ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ അക്കൗണ്ടാണോ അതോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ പേഴ്സണൽ ആണെങ്കിൽ മീന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ആരും ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഒരു അക്കൗണ്ടാണത്. അപ്പോൾ ഞാൻ സമോൺ എൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അവൻ്റെ ഒറിജിനൽ അവൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം സബ്മിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ആ ഒരു ഫേക്ക് അക്കൗണ്ട് അവിടുന്ന് റിപ്പോർട്ടായിട്ട് പോകും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേക്ക് അക്കൗണ്ടിന് അവിടെ ബ്ലോക്ക് ആക്കാനുള്ള റിപ്പോർട്ട് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ എത്തിയെന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഫേക്ക് അക്കൗണ്ട് അവിടെ റിപ്പോർട്ട് ആകും. ഇത് ഒരാൾ മാത്രം ചെയ്താൽ പോലെ ഇതുപോലെ 14 അക്കൗണ്ട് നമുക്ക് ഒരേ സമയം ചെയ്യിപ്പിക്കുക. അപ്പോൾ സ്പോട്ടിൽ ഇത് പെർമനൻ്റ് ആയിട്ട് ആ ഫേക്ക് അക്കൗണ്ട് നമുക്ക് ബ്ലോക്ക് ആയി പോകും. ഫേക്ക് അക്കൗണ്ടുമായുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സിന് എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഷോർട്ട് ബ്രേക്ക്. താങ്ക് യു.